എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റുമോ സാറേ? മണ്ടത്തരം പറയാതടാ മണ്ട. നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്ക് സംസാരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേഷണം നടത്തുവാനും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? ഈ അസുഖം? ആ പോകുന്ന അസുഖം. ഓ അതോ, അതമ്മു തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശുള്ള വീട്ടിലാണോ? ഏയ്, അവക്കൊരു ചെറിയ ജോലിയുണ്ട്. കിട്ടുന്ന ശമ്പളവും ആരോടൊക്കെ കടം വാങ്ങിയ പണമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കുക. ഞാനിവിടെ നിലനിൽക്കുമെന്ന് ഒരുറപ്പുമില്ല. അതുകൊണ്ട് തന്നെ പലവട്ടം ഞാൻ പറഞ്ഞതാ വിട്ടിട്ട് പൊയ്ക്കോളാൻ. പക്ഷേ കേക്കണ്ടേ? ഇതെങ്ങനെ വിട്ടിട്ട് പോകുന്ന പാർട്ടിയല്ല. വേറെ ചില പെമ്പിള്ളേരുണ്ട്, പ്രേമിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പണ്ടൊക്കെയാണെ പറയും, ചേട്ടാ ചേട്ടൻ എന്നെ ഒരു സഹോദരിയായിട്ട് കാണണം. ഇപ്പൊ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി, സോറിടാ നമ്മള് ഫ്രണ്ട്സ് അല്ലടാ. പക്ഷെ തന്റെ ഈ അമ്മുക്കുട്ടി ഉണ്ടല്ലോ, നല്ല സ്വാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയാ. അതുകൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെ ഒരു സ്മാരക രോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിൽക്കുന്നത്. ഞാൻ പോട്ടെ. ശരി ഏട്ടാ. ഓപ്പറേഷനുള്ള പണം കൊണ്ടുവരാന്ന് പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ? അല്ല, നേരായിട്ട് തന്നെ പറഞ്ഞതാ. കാശിന് ആവശ്യം വരുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കു, നിർത്താൻ. പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റിയറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജാ. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. 9 അല്ല, ഇത് എപ്പ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന് നറുക്ക് എനിക്കാ വേണം. അല്ല, നിനക്കെന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടിയിൽ നിന്ന് അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം അത്രേ ഉള്ളൂ. ചോദിക്കാം. തകരത്തി ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവെട്ട് കേസ് വന്ന് വീണിട്ടുണ്ടെന്ന് കേട്ടു. 8 ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസേറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂ? എടാ, കഴുത്തെ കയറി വീഴുവന്നു. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ 2 കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീല് പറഞ്ഞത്. കൊള്ളാവുന്ന പാർട്ടിയാണോ? പിന്നെ ബടാ പാർട്ടിയല്ലേ, വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിൽ ആ സ്പോട്ട് വരെ ഒന്ന് പോയാലോ? പിന്നെന്താ, പോകാം. എടാ, നീ കെട്ടിക്കോ. ഇതെന്തിനാ? ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞാൽ മതി. അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ? മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട. പോലെ പോലെ ഒരാളൂടി ഉണ്ട്. കൊള്ളല്ലേ? തരക്കേടില്ല. കാല് കൊള്ളല്ലേ? അല്ല, തരക്കേടില്ല. ഇന്ന് എന്ത് പറ്റി? ഇന്ദു, നിങ്ങളുടെ ബോട്ട് വന്നില്ലേ? അതിനെന്തും ദീന ഇന്നും പണിക്ക് കയറ്റി. പേര് ഇന്ദു, അതും കൊള്ളാം. വലിയ ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ഇന്ദുവിന് വേണമെങ്കിൽ പുതിയൊരു ബോട്ട് തന്നെ വാങ്ങാലോ. ആറാണിമുട്ടത്ത് റാണിയായിട്ട് വിലസല്ലേ? ഓ, നമ്മളെ റാണി രാജ്ഞിയൊന്നും അല്ല. അവിടുത്തെ കാര്യസ്ഥ പണിയുണ്ട്. പണ്ട് അച്ഛൻ ചെയ്തിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറുതാക്കി കാണിക്കലേ വെച്ചേ. ജയിലിൽ കിടക്കുന്ന ശിവശങ്കര മുതലാളി ഉടനെ പരോളിൽ വരുമെന്നും വന്നാൽ ഉടനെ ഹിന്ദുവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കല്യാണം ഉറച്ചതാ. ശരിയാ, അങ്ങനെ ഒരു കരക്കമ്പി ഞാനും കേട്ടു.
അതിലെന്താ ഇത്ര തെറ്റ്? ശിവശങ്കരൻ ജയിലിൽ പോയ പിന്നെ ആ കൊച്ചിനെ അമ്മയും ആറാണിമുട്ടത്തെ സകല സ്വത്തുക്കളൊക്കെ പൊന്നുപോലെ നോക്കുന്നത് ഈ കൊച്ചല്ലേ? അപ്പൊ ഈ മാസം തന്നെ ഒരു സദ്യ ഉണ്ണാ അല്ലേ മോളെ? എന്റെ പൊന്നു ചേട്ടാ, ഈ നാട്ടിൽ തിന്നാനും ഉടുക്കാനും ഇല്ലെങ്കിലും കരക്കമ്പിക്ക് ഒരു പഞ്ഞവുമില്ല. അതും വിശ്വസിച്ച് സദ്യ ഉണ്ണാൻ വായം തുറന്നിരുന്നാലേ തുറന്നിരിക്കാന്നേ ഉള്ളൂ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ. ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിലും ശിവശങ്കരൻ മുതലാളി വരുമ്പോ വേറെ ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഒരു കൊലപാതകം തന്നെ. ഇപ്പോഴത്തെ കാറ്റിന് പോലും ഒരു ചോരയുടെ മണമുണ്ട്. അത് കാറ്റിന്റെ കുഴപ്പമൊന്നുമല്ലടോ, ഇയാളുടെ മൂക്കിനകത്ത് പമ്പർന്നോത്തയുടെ നഖം വല്ലതും കൊണ്ട് മുറിഞ്ഞു. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. ആഹാ അത്രക്കായല്ലേ? അയ്യോ ഇയാളെന്താ ഈ കാണിക്കണേ? എന്താ നോക്കണേ? ഇവിടെ ഇരിക്കണോ? അവർക്കൊന്നും ചിരിക്കാനുള്ള സൗകര്യമൊന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട. അവരുടെ ആശ തീർക്കാനേ അവർക്കറിയാം. എടോ, താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇറങ്ങടാ. ഇറങ്ങാനാ? എങ്ങോട്ട് ഇറങ്ങാൻ? അങ്ങോട്ടാ. താൻ എന്താണ് ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവന്റെ കൂട്ടുകാരനാ. എന്നാ നീയും കൂടെ ചെല്ലടാ. ഇനി ആരെങ്കിലും ഉണ്ടോടാ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനടാ. ഏയ്, ഞാനവനെ അറിയൂല. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോര്. വണ്ടി പോട്ടെ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തം വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പറ്റി? ആ ഇന്ദുവിന്റെ മറ്റവൻ. ഫ്രാങ്കിനാവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മൾ ആരാ മോൻ? കാര അങ്ങോട്ടല്ല ഫ്രാങ്കേ. അവനിക്കറിയാ. അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് പെടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. കൊച്ചേ, അതെ അന്നൊരു അബദ്ധം പറ്റിയതാ. മനഃപൂർവ്വം ചെയ്തല്ലേ കേട്ടോ. എന്തായാലും നന്നായി. ഉണ്ടായിരുന്ന ഒരു ജോലി പോയി കിട്ടി. നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു കാഴ്ച വസ്തുവായി. കൂടുതൽ ചിരിപ്പിക്കാൻ താനിങ്ങനെ ഒപ്പം നടക്കുന്നുണ്ടല്ലോ. അല്ല, അതും മനഃപൂർവ്വം ചെയ്തല്ല, ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്ന പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കയായി തല ഉയർത്തി പിടിച്ച് നടക്കും. ഇത് എവിടെ പോയിട്ട് വരുന്നു രണ്ടാളും? പുതിയ വിരുന്നിന് പോയിട്ട് വരെയായിരിക്കും. അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചേറ്റുള്ളവരാണോ? എന്നാലും നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കും. കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നതിലേ ഒരാക്ഷേപവും ഇല്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. കാരണം 2 നാരങ്ങ വെള്ളം. ചേട്ടന് ഉപ്പാണ് മധുരാണോ? എന്തായാലും മതി. ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം പൊറുക്കും. ചേട്ടൻ കൂടി ചേട്ടാ. അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ? കാശ് ചേട്ടൻ കൊടുക്കോ ഞാൻ കൊടുക്കണോ? ഞാൻ കൊടുക്കാം. അത് ശരി. ചേട്ടാ, ആ സഞ്ചി ഒന്ന് എടുത്തോ. എന്താ ഇത്രയും തലയുയർത്തിയാ മതിയോ? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ. അല്ല, കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കേടെന്ന് തോന്നുന്നില്ലേ? ഏതായാലും നാറി. പിന്നെ ഒരു നാണം കെട്ടവന്റെ കൂടെ നടക്കുന്നോണ്ട് എന്താ? ഈ സഞ്ചിനെന്താ? ഒരു ചെറിയ അമ്മയാ. എന്നാ ചെറിയൊരു ഒരലൂടെ വാങ്ങിക്കായിരുന്നില്ലേ?
രണ്ട് കയ്യിലും കൂടെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യായിരുന്നു. തമാശ ഇഷ്ടമല്ലല്ലേ? നീ എപ്പ എത്തി? ഞാനെത്തിയിട്ട് കുറച്ചേരായി. ഇതാരാ ചേച്ചി? മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ഇതാണ് എന്റെ മറ്റവൻ. ഓ, ഇതാണോ ആള്? അമ്മു അല്ലേ? ആഹാ, പേരൊക്കെ പഠിച്ചോ? എന്തുണ്ടേ? അനിയത്തിയാ. അമ്മുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മാഷെ, എന്റെ മറ്റവനാവാനുള്ള ഉറപ്പാടാണോ? ഏയ്, ഞാൻ അത്രയ്ക്ക് ചീപ്പൊന്നുമല്ല. ആ, എന്നാ മറ്റവൻ ഇരിക്കും. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സത്യം പറ, ആര് പറഞ്ഞിട്ട് താനാ പണി ചെയ്തത്? അയ്യോ, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയതാ. കുടിച്ച് ബോധമില്ലാതെ എന്നൊരാൾ അവിടെ കൊണ്ട് കിടത്തിയതാ. അതൊരു ഓഫീസാണോ അതിനകത്തൊരു പെൺകുട്ടി ഇരിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ഉണ്ടായി ചെയ്ത പേര് മാഞ്ഞു പോവില്ലല്ലോ. താൻ ഒരു നല്ല കുട്ടി. അത് തന്റെ ഈ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അത് മാഞ്ഞു പോയില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. അകത്തേക്ക് കൊണ്ടുപോയി 2 സഞ്ചികളിൽ ഒരെണ്ണം എന്റെയാണ്. അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയാൻ. അയ്യോ, ഇപ്പൊ തരാം. നമോവാകം. ആഹാ, ഇത് ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയോ? ഹലോ, ആ സ്രാങ്ക് അവിടെ ഇല്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ. റോങ് നമ്പർ. പറയണ കേട്ടാ മതി. ആ സ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാൻ നിങ്ങൾ ആര്? മായാവി. ശരി. ശ്രാങ്കേ, ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? സ്രാങ്ക് വരുന്നു. ആ ചേരങ്ങോട്ട് എടുത്തേ. ഒന്നങ്ങോട്ട് മാറി 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 കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാൻ എപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി. നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർത്ഥം എടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി. ഞാനല്ലേ പറയുന്നത്, നിനക്ക് ഈ ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നിങ്ങെത്തിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേരടാ, ബ്ലാഡ് ഫുൾ. അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യപ്പൊത്തൊന്നും കാണിക്കരുത്, നാറ്റിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എത്ര രൂപ തരാനുള്ളത്? ഒന്ന് ചുമ്മാ ഫ്രാങ്കേ, ആ ടീച്ചറിന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊന്ന് വാങ്ങി നോക്കി ഇരിക്കും. അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു 50 രൂപ എടുത്തേ. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും
ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും, ശിക്ഷനായിട്ട്. അത് വേണം. വേണം. ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. നിങ്ങളൊന്നേ, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ സ്രാങ്കേ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. ആശാനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. സ്രാങ്ക് പറയും, അപ്പ കേട്ടാ മതി. സ്രാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്രാങ്കേ. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. ഞാൻ മ്യായാവിയല്ല, അവൻ പണിയും കഴിഞ്ഞ് പോയി. ഞാൻ സ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ അച്ഛൻ. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുത് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറ മോനെ ദിനേശ. ഇന്ദുവിന്റെ അനിയത്തി അമ്മു ഇവിടെ പണയം വെക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോളെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി. ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. ആ തോട്ടപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിനിയാണ്. നാട്ടുകാരെ, അവൾ നിരപരാധിനിയാണ്. നിന്നെ തന്നെ. ഈ എന്നെയാണോ എന്ന് വിളിച്ചത്? എന്തേ പിടിച്ചില്ലേ? ആരുടെ ഈ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ, എപ്പോൾ, എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമ ശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമ ശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പ് വരാൻ പറ, എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയാൽ ശിഷ്യന് നോവല്ലോ. തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർ പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കും എനിക്ക് വിഷമോ. നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിട്ടി മാറ്റും മ്യായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ആ മായാവി എന്ന് പറയുന്നവരോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. ഓടാ. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ.